കോഴിക്കോടേക്ക് പോകാണ്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് വണ്ടി എടുക്കുന്നത് ഗൈസ്. പക്ഷെ ഞാൻ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ്, വണ്ടി എടുക്കാണ്ട് എങ്ങോട്ടെങ്കിലും ഇറങ്ങുമ്പോഴേക്കും ആരും എങ്ങോട്ട് പോവുക എന്ന് എന്നോട് ചോദിക്കാറില്ല. പക്ഷെ വണ്ടി എവിടെ പോയിന്ന് എല്ലാവരും ചോദിക്കും. അതെന്താ അങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ കോഴിക്കോടേക്ക് യാത്ര തുടങ്ങി. തൊഴിലുറപ്പിൻ്റെ പണികൾ റോഡുമല പണി. ആദ്യം DTDC കയറണം, എന്നിട്ട് വേണം കോഴിക്കോടേക്ക് പോകാൻ. ഫസ്റ്റ് ലുലു മാളിൽ പോകാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ ചേച്ചിയെ റോഡുമെന്ന് മാറി. എന്താ വെച്ചാൽ അരുണേട്ടന് ഗ്യാപ്പ് നോക്കിയിട്ട് വണ്ടി വേഗം എടുക്കുന്നതെന്ന് പറഞ്ഞു. അവനല്ലെല്ലാം ഒരു ഗ്യാപ്പ് നോക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ലുലു മാളിൽ പോയാൽ എന്തുവാടേ ആരുടെ ലുലു മാളിൽ പോയാൽ എനിക്ക് ഏറ്റവും റിസ്ക് ആയിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ, എനിക്ക് പാർക്ക് ചെയ്തിട്ട് അങ്ങപ്പുറത്ത് നിന്ന് നടന്നു വരണം. അതിനെ കൊണ്ട് പറ്റൂല. അപ്പം ഞാൻ വിചാരിച്ചു ആദ്യം ലുലു മാളിൽ പോവാം, എന്നിട്ട് പല്ല് കാണിക്കാം, എന്നിട്ട് വേണം പിന്നെ ബൈപ്പാസിന് പോകാനാവില്ല അല്ലേ, DTDC പോണ്ടേ. എന്നിട്ട് വേണം എന്താ ഏതെങ്കിലും ഷോപ്പ് പോലെ ഡ്രസ് എടുക്കാൻ കസവയേത്ര അന്തക്കേന്ദ്രയിൽ പോകണം, നല്ല നാടൻ വാങ്ങാം. പിന്നെ ചെരുപ്പ് മേടിക്കണം. ഞാൻ വിചാരിക്കുകയാണ് കുറച്ചൊന്ന് ലേറ്റായ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ അവന് തിരിച്ച് കോഴിക്കോട് എത്തും. അപ്പം ഞാൻ വിചാരിച്ചു 8 മണി വരെ കോഴിക്കോട് ചുറ്റിപ്പറ്റി കളിച്ചാൽ തിരിച്ച് വണ്ടി അവന് ഓടിച്ചോളും. എനിക്ക് എന്താണെന്നറിയില്ല, വണ്ടി ഓടിക്കാൻ ഭയങ്കര മടി. എനിക്ക് ആ ഒരു കൂടോത്രം ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ തോന്നുന്നു. അങ്ങനെയാണ്. പക്ഷെ വേറൊരു കാര്യം, അവൻ പറഞ്ഞു ചിരിക്കും, എന്നെക്കാട്ടും വലിയ മടിയനാണ് എൻ്റെ വാപ്പ എന്ന് പറഞ്ഞിട്ട്. കാരണം എൻ്റെ വാപ്പ എവിടെയെങ്കിലും അവനെയും കൂട്ടി പോവുക വെച്ചാൽ വാപ്പ വേഗം വേക്ക് കയറി കുത്തിരുന്നാളൂ. അപ്പോൾ അരുണ ഇങ്ങൊരു നോട്ട അങ്ങനെ പറഞ്ഞിട്ട്. അപ്പോൾ അരുണ വാപ്പിയുടെ ഓട്ടോറിക്ഷ എടുക്കുക. അങ്ങനെ സോറി ചേട്ടാ, ഞാൻ തന്നിട്ട് നിങ്ങൾ വാങ്ങും ടോളി. അപ്പം അങ്ങനെയാണ്. പിന്നെ മെല്ലാം DTDC പോട്ടെ. ബൈ. ഓക്കെ. ഹായ് ഗൈസ്, ധാരാ വണ്ടി ഓടിക്കുന്നത് നേരെ നോക്കി ഓടിക്കട്ടോ. എനിക്ക് ഓച്ചാൻ അറിയാം, ഇനി ഓച്ചാൻ പഠിപ്പിക്കണ്ട കേട്ടോ ഗൈസ്. ഓനവിടെ കുത്തിരുന്ന അന്നപ്പോ പറയാ അങ്ങനെയല്ല, ചവിട്ട് ഓണടിക്കി തിരിക്കി. നമുക്ക് എന്താ അറിയാം, നമ്മൾ എത്ര സ്പീഡ് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും ഓടിക്കുന്ന വേറൊരാളടുത്ത് ഇരിക്കുമ്പോ ഭയങ്കര പേടിയിരിക്കും. അതാണ്. അപ്പോ ജിസ്മോളാണേ, കണ്ടില്ലേ? ജിസ്മോളെ മുഖം തന്നെയല്ലേ ഇത്? ഞാനാണേ. ഒരു മിനിറ്റ് ഗൈസ്. ഹലോ. ഞാൻ വാങ്ങിയില്ലടോ. ആടാ മറ്റേ ഇതിന്റെ തിരക്കിലായിരുന്നു. ഞാൻ പിന്നെ വൈകുന്നേരം ആകുമ്പോൾ റെഡിയാക്കാം. ആരാ വണ്ടി ഞാൻ വാങ്ങും, ഞാൻ വിളിക്കുന്ന. അപ്പൊ ഗൈസ് അതെന്താ അങ്ങനെ പറഞ്ഞാ പറഞ്ഞത് നമ്മളെ മച്ചിക്കറിയാം. മച്ചി ഓളിപ്പോ ഫുള്ള് കൊടുക്കലെന്നൊക്കെ പറയുന്നത് കേട്ടിരിക്കും. നാളെ ഭയങ്കര സെക്സി ആയിട്ടുള്ള വീഡിയോ ഒക്കെ ഇട്ടിട്ട് രോമാഞ്ചം വരുന്ന വീഡിയോ പറയട്ടെ. മച്ചി ശരിക്കും നായല്ല, നായിനെക്കാട്ട് അബദ്ധാണ് അവള്. നായിക്ക് പോലും ഒരു വില ഉണ്ട്, മച്ചിക്ക് അതുമില്ല കേട്ടോ. മച്ചി പി വാവേ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ലെവളുമാരെയൊക്കെ വീഡിയോ കണ്ട് ലെവളുമാർക്ക് മറുപടി കൊടുത്ത് അപ്പൊ അവർക്ക് അതിനുള്ള മറുപടി തന്ന് ഇവർക്ക് മിനിമം 2-3 വീഡിയോ എന്റേത്. അമ്മായിനെ കൊറേ ലോഡ്ജിന്ന് പിടിച്ച് ഇപ്പൊ ഒരു മൊട്ടേന്റെ വഴി നടക്കുന്നത്. അമ്മായി ഇപ്പൊ കടത്തി വരെ. അമ്മായി ഇന്നലെ ഇടയ്ക്കൊക്കെ വിളിച്ചെന്നൊക്കെ നമ്മള് കേട്ടിക്ക്. ഞാനിതൊക്കെ നിർത്തിയൊരു സംഭവമാണ്.
അമ്മായിക്ക് എന്തായാലും മുട്ടച്ചേട്ടൻ അങ്ങോട്ട് ബോധിച്ചു തോന്നുന്നു. മുട്ടച്ചേട്ടനെ ഇപ്പൊ എന്നാ ഒഴിവാക്കാന്നുള്ള ദൈവത്തിന് അറിയാം. അപ്പോ അമ്മച്ചിയാ സുഖല്ലേ? വിട്ടേരൂ ഈ ചളി ഇങ്ങനെ പറഞ്ഞിട്ട് എന്ത് കാര്യം നിനക്ക്? ഈ ചളി ഇങ്ങനെ നായ്ക്കളൊന്നും അങ്ങനെ വിടാൻ പാടില്ല. മച്ചിയൊക്കെ ഏതാ മോള് അറിയോ? എന്നൊക്കെ എന്തെങ്കിലും കൈ കിട്ടും മച്ചിയെ. ഇതിലൂടെ എടുത്താ പോലെ ഇങ്ങോട്ടാക്ക്. ഓച്ചാൻ അറിഞ്ഞ കാര്യമില്ല. അടുത്തുമ്പോ മനസ്സിലാവും. റൈറ്റിലേക്ക് പോകുന്ന ഇപ്പൊ കട്ടാവും. വേഗം എടുത്തോളൂ ഗൈസ്. എന്താ അറിയോ, ഇവിടെ റൈറ്റ് സിഗ്നൽ വേഗം കട്ടാവും ചില സമയത്ത്. അപ്പൊ റൈറ്റിലേക്ക് പോകുന്ന ആൾക്കാർ ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ റൈറ്റ് നിർത്തും. അപ്പൊ അത് പോയി പോകും. അപ്പൊ ലുലുമാളിലേക്ക് പോവാണ്. ഗൈസ് എന്റെ മുടി വരുന്നുണ്ട് ഗൈസ്, കണ്ടു ഗൈസ്. അപ്പൊ പിന്നെ പോട്ടെ മച്ചിയെ, ടാറ്റാ ബൈ ബൈ. ഇനി ആ ഒരു ഈ നിന്റെ ഉച്ചയായാലും മറ്റേതായാലും ഇവരുടെ വീഡിയോ നീ കാണല് നിർത്തി. ഞാൻ ഇവരൊക്കെ ഫേസ്ബുക്കിൽ ബ്ലോക്ക് ആക്കിക്ക്. അതുകൊണ്ട് ചിക്കുനെ വിളിച്ചിട്ട് ചോദിക്കും യൂട്യൂബിന്റെ അകത്ത് ബ്ലോക്ക് ആക്കാൻ പറ്റുമോന്ന്. നമുക്കൊരു എന്റർടൈൻമെന്റ് അല്ലേ? എനിക്ക് എന്റർടൈൻമെന്റ് അല്ല. അപ്പൊ എനിക്ക് ഇവന്മാരുടേതൊന്നും കേൾക്കാനും ഇവന്മാർക്ക് മറുപടി കൊടുക്കാനും ഇനി എനിക്ക് സമയമില്ല. അതുകൊണ്ട് എനിക്ക് നേടാനും പറയാനും ചെയ്യാനും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ആയിരിക്കണം നിനക്കും. എന്നിട്ടാക്കിയതാന്ന് എനിക്ക് മനസ്സിലായി. അത് അങ്ങനെ പാവിടണ്ട. ബ്ലോക്കാണ് ഗൈസ്, കണ്ടോ? ഇതിനെക്കാട്ടും പെരും ബ്ലോക്കാണ് നമ്മുടെ അത്തോളി കോഴിക്കോട്, കുറ്റ്യാടി കോഴിക്കോട്. അത്തോളി കോഴിക്കോട് വഴി പോവുകയാണല്ലോ. അല്ല, നിങ്ങളെ കാര്യം പറഞ്ഞല്ല. അത്തോളി കോഴിക്കോട്, മസനഗുഡി, ഊട്ടി. അപ്പോ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇതാണ് അതാണ് സംഭവങ്ങളൊക്കെ. ബാക്കി ഞങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോവാണ്. ബൈ ബൈ. ഞാൻ കേട്ടാ കൊല്ലും ഞാനല്ല. ബൈ പറയൂ. ബൈ. കുറച്ച് ഉൾക്കോട്ടെ വന്നേ. ബ്രൗൺ ഇതാണ്, ഒരു റെഡിഷ് ബ്രൗൺ ആണ്. അങ്ങനെ എടുത്ത് പിടിക്കാത്തൊരു ഷെയ്ഡായിട്ട് ഞാൻ 2 ഷെയ്ഡ് ഇട്ടതാണ്. വലിയൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്, മിക്സ് ചെയ്ത്. ബ്ലെൻഡ് ചെയ്യാവും. ഇതാകുമ്പോൾ പെട്ടെന്ന് അങ്ങനെ അറിയില്ലല്ലേ. പക്ഷെ നല്ല ഷെയ്ഡുമാണ്, ഫേസിലേക്ക് ബ്രൗൺ ആവുമ്പോൾ കുറച്ചും കൂടെ ഏതാണെനിക്ക് ഫേസ് ഇതല്ലേ നമ്മൾ നല്ല ന്യൂഡ് ബ്രൗൺ നല്ല ലാസ്റ്റിംഗ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ചില്ല, പോയിട്ടില്ലല്ലോ. പോയിട്ടില്ല. ഇതെടുക്കുക. ഇതിനെത്ര റേറ്റ് വരുന്നത്? 1499. അത്ര പ്രൈസ് കണ്ടടാ. 599 പറ്റുമോ? 599. ഞാനാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് ഒന്ന് അപ്ലൈ ചെയ്തു. 1499. നേരത്തെ വായിലായി ടേസ്റ്റ് പറഞ്ഞ്. മാക്സിമം നോക്കാം. എന്തായാലും ഇങ്ങോട്ട് പോരി. അങ്ങോട്ട് മാറാം. ഞാൻ വെച്ച് നിൽക്കില്ല, വരാൻ പറ്റിയെങ്കിൽ മാക്സിമം കാണാം. ബ്ലെൻഡ് ചെയ്ത് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. കുറച്ചും കൂടെ ലൈറ്റ് ഷെയ്ഡിലേക്ക്
നമ്മൾ ഡ്രൈ ആയി കഴിഞ്ഞാൽ സെറ്റായ ആ ഒരു സ്റ്റിഫ്നെസ് കുറയും കേട്ടോ. നോക്ക് ഇതോ മറ്റേതോ നല്ല ആളോടാ ചെറിയൊരു ഷെയ്ഡ് ചെറിയ വ്യത്യാസമുണ്ട്. ആദ്യം ഇതാണ് അപ്ലൈ ചെയ്തത്, രണ്ടാമത് അപ്ലൈ ചെയ്തത് കുറച്ച് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്ത് ഇതെടുക്കാം വീഗനാട്ടോ പ്രൊഡക്ട്സ് വരുന്നത്. വാട്ടർ പ്രൂഫാണ് വരുന്നത്, ലോങ് ലാസ്റ്റിംഗ് വീഗൻ പ്രൊഡക്റ്റ് ആണ് വരുന്നത്. എനിക്ക് അതേപോലെ ഒരു ഇത് വേണടാ, കൺമഷി. കാജലാണോ അല്ലെങ്കിൽ ഈ മറ്റേതുണ്ടോ ഓക്കെ താങ്ക് യു. ഇതാണ്ട് എനിക്ക് വലിയ പ്രശ്നമുണ്ടോ? 1349 റുപ്യ. ഒരു ഐലൈനർ ഒരു ലിപ്സ്റ്റിക്കും. ഷെയ്ഡ് രസമുണ്ടോ ഗൈസ്? ഈ ഒരു ഷെയ്ഡ് എടുത്ത് ആണ് പുറത്തേക്ക് ആണ് അങ്ങോട്ടായിരിക്കും അല്ല ഇങ്ങോട്ടൊക്കെ പോരാന്ന് വാങ്ങും, അവിടുന്ന് വാങ്ങും. അല്ല ഉപ്പൂന് മുത്തനെയും കുട്ടി പോയിട്ട് എങ്ങോട്ടാ പോകുന്നത്? അപ്പം ഈ ഒരു ഷെയ്ഡാണ് എടുത്തത്. ഒരു ലിപ്സ്റ്റിക്കും ഒരു കൺമഷിയും 1300 റുപ്യ. ഇതൊക്കെ ഇടാണ്ട് നടക്കുന്നല്ലേ ഉണ്ട് നല്ല. എവിടെയാന്നാ പോയി നോക്കുക? ലുലുല്. വേറെന്താ വാങ്ങാനുണ്ടോ? പിന്നെന്തേട്ടാ വാങ്ങാണ്ട് കഴിഞ്ഞൂടെ എന്ന് വെച്ചാൽ ഞാൻ ലുലുലൊന്ന് കയറി വെക്കുക. അപ്പം ലുലുലൊന്ന് പോയി നോക്കട്ടെ, ബുക്കെന്നൊക്കെ വേണം പോലും. അപ്പം 1300 റുപ്യ എനിക്കല്ല പോയത്, അരനേട്ടനാണ്. ഓന് കുറേ കാലമായി ഓനെങ്കിൽ ഞാൻ മുക്കണം എന്ന് വിചാരിച്ചു. ഇന്നോന് നന്നായിട്ടൊന്ന് മുങ്ങി. എന്താ വേണ്ടേ? ഡയമണ്ട് വാങ്ങാൻ വരുന്നില്ല. വേണ്ട സ്റ്റാർട്ടിങ് 2900 പിന്നെ വരുന്നത് വേണ്ട, എനിക്ക് വേണ്ട. വേണ്ട വേണ്ട. ഗൈസ് ഇത് ലുലു മാളില് ഇതിന് പേരെന്താ? സുവാ ഡയമണ്ട്സ് കേട്ടോ. 2900 അടിപൊളി സാധനം കിട്ടും ഇവിടെ. ഇത് എത്രയാണ്? 16,600. അത് ഗ്രാം ഉണ്ട് കേട്ടോ. നോസ്ഫിറ്റ് 520 ഗ്രാം ഉണ്ട്. ഇത് 5.20 ഗ്രാംസ് ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് ഇവിടെ നോസ്പിന്നിന് വരുന്നത് 2,900 കേട്ടോ. ഓൾറെഡി എൻ്റെ അടുത്ത് മാലയും ഇതെനിക്കിട്ട് പണി തരുന്നതാ, വേറൊന്നുമല്ല. ബൈ ബൈ. ലുലുവിൽ വന്നതാണ്. അപ്പോൾ ബ്രഷ് കണ്ടപ്പം മനസ്സിനൊരു ചാഞ്ചാട്ടം. പക്ഷെ എനിക്ക് 0.4 വേണ്ടത്. പക്ഷെ 0.4 മൊത്തമായിട്ടില്ല. ഞാൻ 0.4 ഇതേപോലെ മൊത്തമായിട്ടൊരു ബോർഡ് എടുക്കല്ല. എനിക്ക് ഞാൻ 0.4 കൊണ്ട് മാത്രമേ പെയിൻറ്റ് ചെയ്യാറുള്ളൂ. അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഒക്കെ എനിക്കതാ എയിം. 5 എടുത്താൽ എയിം കിട്ടില്ല, 4 തന്നെ വേണം. പക്ഷെ ആ 4 ഇവിടെ ഇല്ല. ബോക്സ് ഏതാ വേണ്ടേ? സ്കൂള് തുറക്കാനായില്ലേ മക്കളെ? ഏതാ വേണ്ടി? ഏത് വേണേലും എടുത്തോ.
കാറും ജീപ്പൊക്കെ ഉണ്ട്. എന്താ ഇഷ്ടമായത്? ഈ മോഡലാണുള്ള എടുക്കുന്നത്. സെയിം സാധനം തന്നെ. അപ്പോൾ അതിന് ഇതുണ്ട്. അത് കവറും റെഡി കഴിഞ്ഞു. അതാ ഇതാണ് ബോക്സ് എടുത്തത്. അങ്ങനെ ദേ ഇത്രയും നോട്ട്ബുക്ക് വാങ്ങി. ലുലുവിൽ ഓഫർ ഉണ്ട് കേട്ടോ. പിന്നെ 20%. എന്താ വരല്ലാത്തത് വലുത് 2 വാങ്ങിക്ക്, ബാക്കിയൊക്കെ ചെറുതാ വാങ്ങി. എനിക്ക് കൂടിയോ പിന്നെ നോക്കിയിട്ട് വാങ്ങാമല്ലോ. വരല്ലാത്തത് ഇത് 6-8 എണ്ണം എടുത്തിട്ട് ജെൽ ടൈപ്പാ വേണ്ട. അതാ പെണ്ണെടുക്കുകയാണ്. അത് നോക്കാം. വരള്ള 2 എണ്ണം 25 എണ്ണത്തിന് എത്രയാ? ഇതിട്ടാനില്ലാന്ന് തോന്നുന്നു മോന്. ഞാൻ ചോദിച്ചോക്കെ അത് മതിയോ? അങ്ങനെ വാട്ടർ ബോട്ടിൽ എടുത്തു. 180 രൂപ. ഒന്നല്ല, ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുക്കുന്നോ? ആ എടുത്തോ, 2 എണ്ണം. ഇനി മിണ്ടാട് പോ, എന്നത് പിടിക്ക്. അപ്പോൾ 2 ബോട്ടിലും എടുത്തു. ഇതാ നെസ്ലിപ്പ് എടുത്ത മോളെ. അങ്ങനെ ലുലുന്ന് നോട്ട് ബുക്കും ബോക്സും കാര്യങ്ങളൊക്കെ മേടിച്ചു. എന്താ അതിനിപ്പോ എന്താ? അപ്പൊ ഇത് 1500 വേറെ. അപ്പൊ 3 4500 ഇത് പിടി മോനെ. പോക്കല്ല ഇത് പിടി. 4500 രൂപ. അതിനാകെ കിട്ടിയത് 3 വൗച്ചറാണ്. എന്നിട്ട് 3 വൗച്ചർ കിട്ടി. അതിലുണ്ട് 2000-ന്റെ ബ്ലാങ്കറ്റ് മേടിക്കുക വെച്ചാൽ 500 എന്ന് കണ്ടു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഞങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ്. നല്ലതാണെങ്കിൽ മേടിക്കാമല്ലോ എന്ന് കരുതി. 3000-ന് നമ്മൾ സാധനം എടുത്തിട്ട് എത്തുന്ന വൗച്ചറാ 3 എണ്ണം. ഏതായാലും പോയി നോക്കാം കേട്ടോ. ബ്ലാങ്കറ്റ് നോക്കി അത് എത്രയോ വീട്ടിലെടുക്കാത്തതുണ്ട്. കാരണം നമ്മളൊക്കെ ഗൾഫുകാരൻ്റെ വീട്ടുകാരാണല്ലോ. അപ്പോൾ കാക്ക വരുന്ന സമയത്ത് ഈ കാർബോർഡിൻ്റെ പെട്ടി ഉണ്ടല്ലോ, അതിലാദ്യം ഈ ബ്ലാങ്കറ്റാണ് വിരിക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ സാധനങ്ങൾ ഇടുക ചെയ്യുക. അപ്പോൾ എത്ര ഉണ്ട് വീട്ടിലെടുക്കാത്തത്. അപ്പോൾ വെറുതെ നമ്മൾ 400-500 രൂപ എടുത്തിട്ട് മേടിക്കണ്ടല്ലോ. 499 രൂപയാണ്. അപ്പോൾ മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചു. ലാക്മിയുടെ എൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് നല്ല ഷെയ്ഡാട്ടോ. ഇതേ മേടിച്ച സാധനങ്ങളൊക്കെ ബോട്ടിൽ ഓരോ തലയും കൂട്ടി ഈ ഒരു പാത്രം മേടിച്ചിട്ടോ 299 ഉള്ളൂ. ഒരു ഷാമ്പൂ എടുത്തു. ഇത്ര സാധനമുള്ളൂ. അന്നും അങ്ങനെ തന്നെ പാത്തുവിനെ അവർ പറ്റിച്ചു. പാത്തുവിന് മാത്രം വില കൊടുക്കില്ല. എന്താണ് ഓർക്ക് വില കൊടുക്കാത്ത? അതാത് പ്രാവശ്യം ചോറും ഇവിടെ കുറച്ച് ചമ്മന്തി നിങ്ങൾ ചമ്മന്തിന്റെ പാത്രം ഇവിടെ വെക്കണമെന്നിരിക്കുന്നത് എന്താണല്ലേ? അതിലുണ്ട് അയക്കോറുണ്ട്, വലിയ ചെമ്പലുണ്ട്, ചെമ്മീനുണ്ട്, കരിമീനുണ്ട്, കടുക്കുണ്ട്. അയില 2 അയില, ഒരു കടുക്ക, അമ്പികയെ ചോറ് നല്ലതാണ്.
നല്ല അയില പൊരിച്ചതും ചെമ്മീൻ ചമ്മന്തി, അതെന്തിനാടാ, പയറുപ്പേരി, പപ്പടം തണുത്ത പപ്പടമാണ്. അച്ചാറ് മറന്നുപോയി. അച്ചാറ് 2 പായസം എല്ലാം കൂടി കൂട്ടിയിട്ട് സൂപ്പറാ. ഗൈസ്, അംബിക മെസ്. അങ്ങനെ അംബികേന്ന് ചോറും തിന്ന്. ഓ, ചോദിച്ചാൻ അറിയാമെന്ന് ഞാൻ പറയലുണ്ട്. കോച്ചാന്നറിയാലോ ഗൈസ്. പൈസ പോലും കിട്ടൂല ഗൈസ്. നല്ല ഫുഡാട്ടോ അംബികത്തെ. 2 അംബികത്തെ കേട്ടോ. മറ്റേ തിന്നാ മതി, കള്ള മറ്റേ എന്താ പറയാ, മത്ത് പിടിച്ച മതി. ഇപ്പൊ ഇത്രയ്ക്ക് നല്ല ടേസ്റ്റ് അവിടുത്തെ ഫുഡ്. നല്ല അയില പൊരിച്ചതും പിന്നെ കടുക്ക. ഇന്ന് കടുക്കയ്ക്ക് കുറച്ചൊരു ടേസ്റ്റ് കുറവുണ്ട്, വെളിച്ചെണ്ണ ചോദിക്കുന്നുണ്ട്. പിന്നെ കടുക്കാൻ അറിയാലോ നമുക്ക്, പല സ്ഥലത്തേക്കും പല ഇതാണ് കല്ലുമ്മക്കായി. പിന്നെ അതിന് മാത്രം ചെറിയൊരു മിസ്സിങ് പ്രോബ്ലം, ഒരു എന്താ പറയുക, എണ്ണേൻ്റെ ചോയ, ഭയങ്കര എണ്ണേൻ്റെ ചോയ. ബാക്കി അയില പൊരിച്ചത്. അവിടുത്തെ മെയിൻ എനിക്ക് ഇഷ്ടമുള്ള ചമ്മന്തി കേട്ടോ, മറ്റേ നമ്മുടെ ചെമ്മീൻ ചമ്മന്തി പൊടിച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഗൈസ്. ഈ വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നല്ല ടേസ്റ്റ് ആണ് അവിടുത്തെ ഫുഡിനൊക്കെ. സാമ്പാറാണെങ്കിലും 2 തരം കറി ഉണ്ടാവും, 2 അല്ല 3 തരം. സാമ്പാർ, മീൻകറി, പിന്നെ ഒരു പച്ചക്കറി വേറെ, പിന്നെ 4 കൂട്ടം സൈഡ്. അച്ചാറ്, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുമ്പളവും കാര്യങ്ങളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് അതും അങ്ങനത്തെ ഒന്ന്, പിന്നെ ഒരു ഉപ്പേരി, പിന്നെ ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിയും അടിപൊളിയായിരിക്കും. പായസം അതിനെക്കാട്ടും കിട്ടും അവിടുത്തെ. പിന്നെ ഗൈസ്, നേരെ ദന്തൽ ക്ലിനിക്കിലേക്കായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷെ ഞാൻ ഫുഡ് കഴിച്ചത് കൊണ്ട് പല്ലിൻ്റെ ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പം നമ്മൾ അങ്ങനെ പല്ല് തേക്കാതെ പോകുന്നത് വളരെ അധികം മോശമുള്ളൊരു സംഭവമല്ലേ. അപ്പം ഞാൻ വിചാരിച്ചു പല്ലിനി നാളെ കാണിക്കാമെന്ന്. കാരണം ഞാൻ കോൺഫിഡൻ്റ് അല്ല അവരുടെ മുമ്പിൽ വാ തുറന്നു കൊടുക്കാനും. പറഞ്ഞില്ലേ, പല്ല് പൊട്ടി അതിൻ്റെ ഉള്ളിലൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു വിലയില്ലേ, അത് പോയി പോകും. അതുകൊണ്ട് അപ്പോ സംഭവങ്ങൾ മനസ്സിലല്ലേ ഗൈസ്. അപ്പൊ ബൈ 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 ബൈ. അങ്ങനെ കസവ് കേന്ദ്രയിലാണ്. ഒട്ടും തികയാതെ പെട്ടെന്ന് എൻ്റെ ഡ്രസ്സ് കിട്ടി. ലോങ് ലെങ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. 2 കൂട്ടം ഡ്രസ്സ് 3 കൂട്ടം ഡ്രസ്സ് എടുക്കാൻ വന്നു. അപ്പം ഒന്ന് ജീൻസിന് ഒരു ടോപ്പ് എടുത്തു, പിന്നെ അത് എടുത്തു. വലിയ ടോപ്പിന് 1660, ഷോർട്ട് ടോപ്പിന് 390. ഇനി മോക്കുള്ള ഡ്രസ്സ് എടുക്കണം. പാട്ട് ചിലപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് കിട്ടും, നോക്കട്ടെ. അങ്ങനെ അതേ കസവ് കേന്ദ്രന്ന് സാധനം മേടിച്ചിട്ടുണ്ട്. 3860 രൂപ അതാണ് റേറ്റ് വരുന്നത്. ഞാൻ പിന്നെ അവിടുന്ന് ഒരു വീഡിയോസ് എടുക്കാത്ത പാട്ടുണ്ട്, അറിയാമല്ലോ, പാട്ടുണ്ടേ കോപ്പിറൈറ്റ് കിട്ടും. അതുകൊണ്ടാണ്. അപ്പം ഇനിയിപ്പോൾ എങ്ങനെയാണ് ഭർത്താവേ വണ്ടി എടുക്കുക? അപ്പം അങ്ങനെയാണ്. അപ്പോൾ എല്ലാവരോടും ബായിട്ട് ഇനി ചെരുപ്പ് മേടിക്കാൻ പോകണം. അപ്പോൾ നേരെ ചെരുപ്പിൻ്റെ ഷോപ്പിലേക്കാണ്. ഓക്കെ, ചെരുപ്പ് എടുക്കുന്നു. ഇതാണ് ഒന്നെടുത്തത് 799. പിന്നെ ഒന്നിതെടുത്തു 399. ഇത് 2 ഒക്കെ എടുത്തത്. പിന്നെ ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് 2 ഉണ്ട് കേട്ടോ, പക്ഷെ അത് കുറച്ച് പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ
എത്രയാണ് വരുന്നതെന്ന് വെച്ചാൽ 2 ഉണ്ട് നമുക്ക് 1200 രൂപ 1199. അങ്ങനെ ബാത്തേന്ന് സാധനം മേടിച്ചു 2137. 200 രൂപ കണ്ടു ഡിസ്കൗണ്ടും കിട്ടി. ഒരു ഫങ്ഷൻ വരികയാണെങ്കിൽ എന്തൊരു കഷ്ടമാണ് എൻ്റെ ഗൈസ്. ഒരു ഫങ്ഷൻ വരികയാണെങ്കിൽ എന്തോരം പൈസ വേണമല്ലേ. എൻ്റെ പോക്കറ്റ് കാലിയായി 10 രൂപേൻ്റെ അടുത്ത് നിങ്ങൾ ചിലവായി. എന്നിട്ടും ഇവന്മാർക്ക് മതിയായില്ല. ഇനി ഓന് എന്താ വേണ്ടി ഫ്രൂട്ട്സുമാണോ അല്ലേ, ഫ്രൂട്ട്സാ കൊടുക്കുന്നത്. ഈ ഡിപ്രഷൻ വരുന്ന സമയത്തുണ്ടല്ലോ എന്ത് ചെയ്താൽ മതി എന്നറിയോ? ഷോപ്പിങ്ങിന് പോയാൽ മതി. എന്നിട്ട് നമ്മളെ കയ്യിലുള്ള പൈസയൊക്കെ കൊടുത്തിട്ട് സാധനങ്ങൾ മേടിക്കാം. എന്നിട്ട് എന്താക്കുകയെന്നറിയോ? ഈ ഡിപ്രഷൻ്റെ സ്റ്റേജ് ഒന്ന് കഴിഞ്ഞ് കിട്ടുമ്പോൾ നമ്മളെ കയ്യിൽ നിന്ന് പോകും. ഇത്രയും നമ്മൾ ചിലവാക്കിക്കല്ലോ എന്നോർത്ത് അടുത്ത ഡിപ്രഷൻ ഉണ്ടാക്കുക. ഭയങ്കര ബുദ്ധിയാട്ടോ അത്. എത്ര പേർക്കുണ്ട് ഈ ടെൻഷൻ അടിക്കുമ്പോൾ ഷോപ്പിംഗ് ചെയ്താൽ മാറുന്നത്? എനിക്ക് മാറാറുണ്ട് കേട്ടോ. നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ പൈസ പോകുമെങ്കിൽ പോലും പക്ഷെ നമുക്ക് മനസ്സിന് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, അതെന്നൊക്കെ എന്ന് പറയുമ്പം ഒരു ഹാപ്പി മൊമെൻ്റാണ്. അപ്പോൾ ഏതായാലും ഇന്നത്തെ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് യവന്മാർക്ക് തീർന്നില്ലല്ലോ എന്നുള്ള ഒരൊറ്റ വിഷമേ ഉള്ളൂ. അപ്പോൾ ഇനിയും സാധനം കാണും പോലെ, പക്ഷെ ഞാൻ കയറാൻ തീരുമാനിച്ചില്ല. അപ്പോൾ ഇനി ഓനൊരു ചെരുപ്പ്, കുറച്ച് ഫാൻസി ഒരു പ്രോഗ്രാം വെക്കുക എന്ന് വെച്ചാൽ കയ്യിലാദ്യം അത്രയും പൈസ നമ്മൾ കണക്കാക്കണം എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പം അങ്ങനെയാണ് വെട്ടത്തിക്ക് ചുരിദാറ്. അത് പിന്നെ ഉള്ളത് ഞാൻ വാങ്ങിക്കോളാൻ പറഞ്ഞിട്ട് അത് പിന്നെ പശയാട്ടോ എന്നെ പറ്റും. അപ്പോൾ ഒക്കെ ചുരിദാർ ഒക്കെ മേടിക്കണ്ടാവും. അപ്പം അങ്ങനെയാണ് ഇന്നിപ്പോൾ എല്ലാ കാര്യങ്ങളും നടന്നു. 2 കാര്യങ്ങളാണ് നടക്കാതെ പോയത്. ഒന്ന് ഇവനുള്ള ഒരു ചെരുപ്പ്, അത് ഞങ്ങൾ കയറിയായിരുന്നു കേട്ടോ. പക്ഷെ അവന് പറ്റിയത് അവൻ്റെ ഇഷ്ടപ്പെട്ടതില്ല. പിന്നെ വേറൊരു ഷോപ്പ് കയറിയിട്ട് ആ സാധനമില്ല. പിന്നെ എൻ്റെ പല്ല്. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് ചെയ്യാതെ പോയത്. ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. നല്ല മഴക്കാറുണ്ട്. ഒരു മഴയും കൂടി പെയ്താൽ മനസ്സൊന്ന് റിലീഫായി കിട്ടും. അപ്പം അങ്ങനെയാണ് ഏകദേശം വീട്ടിൽ ഓൾമോസ്റ്റ് എത്താനുമായിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു വണ്ടി ഓടിച്ച് വരാൻ പറ്റൂല എന്ന് ഞാൻ അരുണിനോട് പറഞ്ഞതിന് ഞാൻ വണ്ടി ഏതായാലും ഷോപ്പ് നമ്മൾ കയറി കസവകേന്ദ്രയിലെ പിന്നെ ഇത് പാർക്കിങ്ങിൽ വെക്കും. എന്നിട്ട് ഞാൻ ബസ് കയറും എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ എന്തോ ദൈവം സഹായിച്ചു എന്ന് പറഞ്ഞത് പോണം ഞാൻ കൂളായിട്ട് വണ്ടി എടുത്ത് പോകുന്നു കേട്ടോ. ഏകദേശം വീട്ടിലെത്താനുമായി. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ. ഇഷ്ടമായിക്കെങ്കിൽ ലൈക്ക് ചെയ്യണ്ട. ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആരും ചെയ്യൂല. ആയിക്കോട്ടെ ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യും. അരുമാമൻ്റെ ബസ് അത് പോണ കളിയായിരിക്കും. അരുണിൻ്റെ വാപ്പ വാങ്ങിയതാന്നില്ല കേട്ടോ, അരുണിൻ്റെ പേരേ ഉള്ളൂ. അപ്പം അങ്ങനെയാണ്. അപ്പം എന്നാലേ എല്ലാവരോടും ബൈ.